ബാലന്റെ ഒരു പ്രതികരണം റിപ്പോർട്ട് ചാനലിൽ കിട്ടിയത്. ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF, RSS, മുസ്ലിം മത തീവ്ര സംഘടന അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടായി. തൃശ്ശൂരിലെ വോട്ട് BJP, കോൺഗ്രസ് വോട്ട് BJPക്ക്, സുരേഷ് ഗോപിക്ക് കിട്ടി. അതിന് പാലക്കാട് മറിച്ച് കിട്ടി. അങ്ങനെ ഒരു കൂട്ടുകെട്ട് പ്രവർത്തിച്ചു എന്നതാണ് ആരോപണം. പാലക്കാട് തോക്കുമെന്നതിന് ബാലൻ സമ്മതിച്ചിരിക്കുകയാണ്. പാലക്കാട് തോക്ക് അദ്ദേഹം സമ്മതിച്ചല്ലോ. കൂട്ടുകെട്ട് BJPയുമായി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് CPMനായിരുന്നു. കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന CPMന്റെ ലക്ഷ്യം അത് BJPയുമായി ചേർന്നുള്ള ഒന്നായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയും CPMും തമ്മിൽ ഇവിടെ ഐക്യമുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി കേരളത്തിലും അതുണ്ടായി. പക്ഷേ CPMും BJPയുമായി കൂട്ടുകെട്ടിയാൽ പോലും കേരളത്തിൽ UDF 20-20 സീറ്റും നേടുന്ന അവസ്ഥാവിശേഷം നിലവിലുണ്ട്. ഒരു കാര്യം കൂടി AK ബാലൻ പറഞ്ഞത്, മുസ്ലിം ലീഗിനെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയും SDPയും റാഞ്ചിയിരിക്കുകയാണ്. അവരുടെ കയ്യിലാണ് ഈ പാർട്ടി. അതൊക്കെ വളരെ തെറ്റായ പ്രചരണമാണ്. മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ലീഗ് UDFന്റെ അവിഭാജ്യ ഘടകമാണ്. ലീഗ് എന്നും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ്. അവർക്ക് ഒരു തീവ്രവാദ സംഘടനകളുമായിട്ടും ബന്ധമില്ല. അവരെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും എല്ലാം തള്ളിപ്പറഞ്ഞിട്ടുള്ള ചരിത്രമാണ് കേരളത്തിലുള്ളത്.